ഹലോ ഫ്രണ്ട്സ്, ഫുഡ്4 പീപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ബീഫിന്റെ വാരയിലല്ലേ ശരിയല്ലേ? ബീഫിന്റെ വാരയില കൊണ്ട് അടിപൊളി, നിങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു ഐറ്റമാണ് ബീഫ് ലോലിപോപ്പ് അല്ലേ സുഹേലേ? അപ്പോൾ ബീഫ് ലോലിപോപ്പ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ബീഫിനെ. ഇപ്പോൾ ഇത് നന്നായി വൃത്തിയാക്കി കഴുകുക. അപ്പോൾ നമ്മൾ ബീഫ് ലോലിപോപ്പിനെടുത്ത് ഈ വാരയില്, അപ്പോൾ ഈ വാരയിലെ ഒരു എല്ലിൻ്റെ അപ്പുറത്തെ സൈഡുള്ള ഇറച്ചി ഈ എല്ലിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഈ ഇറച്ചി ഈ എല്ലിലേക്ക് വരും. അടുത്ത ഇനി നമ്മൾ ഈ ബീഫിൻ്റെ ഓരോ വാരയിലെ എടുത്തിട്ട് ഇതിനെ നമുക്ക് ലോലിപോപ്പ് ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്യാം. ഇറച്ചിനെ വെട്ടിയിട്ട് ഇവിടെ ലോലിപോപ്പ് പോലെ ആക്കാം, ചുട്ടിട്ട്. അപ്പോൾ ഈ എല്ലിൻ്റെ കൂടെയുള്ള ഈ പീസ് ഇറച്ചിനെയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇറച്ചി വെട്ടാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കാം. അതിന് ശേഷം ഈർക്കുലി അല്ലേ? ഇതാ അതാണ് സാധനം, ഈർക്കുള്ളി എന്ന് പറയും നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതും കൊണ്ട് നമ്മൾ കുത്തിയിട്ട് തന്നെ നിർത്താൻ പോവാണ്. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ഈർക്കുലി കൊണ്ട് കുത്തിയിട്ട് കുത്തിയും കണ്ട് ഇങ്ങോട്ട് ഇറക്കന്നെ അപ്പുറത്തോടെ വരും. നോക്കാം, സെറ്റായി. ഇതിങ്ങനെ ഇത് സാറില്ല, കാരണം ഇത് വേവിക്കുമ്പോൾ ചുളുങ്ങിയിട്ട് അതിനെ അടിച്ച് ഒപ്പി നിൽക്കും, സീനില്ല. അപ്പോൾ ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഇറച്ചി പിടിക്കുമ്പോൾ തട്ടി 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 നമ്മളിങ്ങനെ ഇറക്കണം. എന്നിട്ടിങ്ങനെ വലിക്കാം. ഓ, ഇത് ചെയ്യാൻ തന്നെ ഭയങ്കര ഷോൾഡർ കളവും. ലോലിപോപ്പ് വേവിച്ചെടുക്കുക. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം.
ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. അപ്പൊ നമ്മുടെ ഈ ലോലിപോപ്പ് നമുക്ക് ഈ ഇതിലേക്ക് വെച്ചു കൊടുക്കാം, വെള്ളത്തിലേക്ക്. നല്ല തിളച്ചു വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കണം ഉള്ളി. ചൂടുണ്ട് അല്ലേ സുഖല്ലേ? അപ്പൊ ഈ ബീഫ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. തുറന്ന് നോക്കാം എങ്ങനെയുണ്ട്. വാ നല്ല വെന്ത് കൊണ്ടിരിക്കുകയാണ്. വേഗട്ടെ വേഗട്ടെ. നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് എടുത്ത് പാത്രത്തിൽ ചൂടുണ്ട്. ലാസ്റ്റ് കൈ കൊണ്ട് തന്നെ എടുത്താൽ നല്ല ചൂടുണ്ട് സാധനം. എടുത്തോ. അടുത്ത നമുക്ക് ലോലിപോപ്പ് വറുത്തെടുക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ചില്ലി മസാല തയ്യാറാക്കി എടുക്കാം. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമുക്ക് ലേശം മുളക് പൊടി ഇടാം. ഗരം മസാല നമുക്ക് ഇതിലേക്ക് ഇടാം. അടുത്ത് ചില്ലി ചിക്കൻ പൗഡർ ഇടാം നമുക്ക്. സെറ്റ്. ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇടാം ആവശ്യത്തിന്. അല്പം നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. ഇത് പിഴിഞ്ഞു കൊടുക്കണിടയിൽ ഇനി മിക്സ് ചെയ്തെടുക്കാം അല്ലേ? മിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ ചെയ്തോ. മഴ പെയ്യോ? പഠിച്ചാൽ അറിയാം. അപ്പോൾ നമ്മുടെ ഈ വേവിച്ചെടുത്ത് ബീഫിലേക്ക് നമ്മുടെ ഈ മസാല അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ സൂര്യ അല്ലേ? ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതി അല്ലേ? എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ സാധനം പൊളിക്കും. നമ്മൾ ഈ കാണുന്ന അവിടെയൊക്കെ തേച്ച് വെക്കുന്നുണ്ട്. ഇച്ചിരി താഴത്ത് ഇവിടെ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, അവിടെ ഇറച്ചിയില്ല. അപ്പോൾ മസാല തേച്ച ലോലിപോപ്പ് റെഡി. ഇനി ഇത് വറുത്തെടുത്തിട്ടും കൂടെ ചെയ്താൽ സംഗതി പൊളി. ചില്ലുന്നുണ്ടാവും. ഇനി ലോലിപോപ്പ് വറുത്തെടുക്കുക. ആദ്യം നമുക്ക് ഓയിൽ ഒഴിക്കാം. തിരിച്ചിടാനൊക്കെ നല്ല സിമ്പിളാട്ടാ. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ തിരിച്ചിടുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല ചൂടുണ്ടേ. ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നു സാറാ? എനിക്ക് തോന്നുന്നില്ല, നല്ല മണം വരുന്നുണ്ട്. മണം വരുന്നില്ലേ? നല്ല അടിപൊളി മണം. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പം ബീഫ് ലോലിപോപ്പ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അല്ലേ സാറേ? പിന്നെ അല്ലാണ്ട് അത് നാരങ്ങ പിഴിഞ്ഞെടുക്കാം. ശരിയല്ലേ? ശ്രദ്ധിച്ചോ, നമ്മൾ കോലെ കുത്തിച്ചിട്ടില്ലേ പറഞ്ഞ പോലെ? കോലില്ല, വായി കുത്തി കയറണം. പറഞ്ഞു നന്നായില്ലേ, ഷെയിൽ കടിച്ച് അതും കൂടി വായിൽ കയറുന്നുണ്ട് വെറുതെ. അപ്പോൾ ഞങ്ങളൊരു ടേസ്റ്റ് ചെയ്യാൻ പോകണ്ട. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് ബീഫ് ലോലിപോപ്പ്. ഇതുവരെ കേൾക്കാത്ത ഐറ്റമാണ് ഞാൻ തന്നെ.
അതിൻ്റെ മോനെ ആദ്യം ഒന്ന് വേവിച്ചെടുത്ത് പിന്നെ ഒന്ന് വറുത്തും കൂടെ എടുത്തപ്പോൾ പെർഫെക്ഷൻ. അതിൻ്റെ കൂടെ നമുക്ക് ഉള്ളിലും കുറച്ച് കൊക്കുമ്പറും. അപ്പോൾ ഇത് കണ്ട സൂപ്പർ പഞ്ഞി പോലെ ഇങ്ങനെ പിന്നെ വലിച്ചാൽ തന്നെ ഇതാ പൊട്ടിയാണ് വന്നത്. അതാ നല്ല മൊരി മൊരിയുന്നുണ്ടല്ലേ. വന്ന റസൂലേ തെറ്റി. ഞാൻ ഇതിൽ തന്നെ നിർത്തിയിട്ട് കഴിക്കുന്നേക്കാം. അത് അവൻ്റെ ചിക്കൻ ഇത്ര കട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ ചെറുതാണ്. അങ്ങനെ കടിച്ചെടുത്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇല്ല ഉള്ളിയും കൂടി ചേർത്തിക്കും, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലൊക്കെ കടിക്കണേ അപ്പോൾ എല്ലൊക്കെ പൊടിഞ്ഞു അമ്മാതിരി വേവിച്ചിട്ടുണ്ട് നമ്മൾ. നമ്മുടെ ചിക്കനല്ല ബീഫ്. ശരിക്കും ഞങ്ങൾ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഒരുപാട് പ്രാവശ്യം ചിക്കൻ എന്ന് പറഞ്ഞ് എന്നിട്ട് റീടേക്ക് ചെയ്തതാണ്. സമയം നമ്മളെ കൊണ്ട് ബീഫ് എന്നോ മട്ടൺ എന്നോ പറയാൻ പറ്റില്ല, എന്താ വെച്ചാൽ ചിക്കൻ തന്നെ ചെയ്തിട്ടേ. അപ്പോൾ ഇനി മുതൽ ഫുള്ള് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാന്നാ പിന്നെ എന്താ ടേസ്റ്റ്? അടിപൊളി. സ്വലാ പറഞ്ഞപ്പോൾ ഒന്നുമില്ല കേട്ടാ, നമ്മുടെ മെയിനാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് കേട്ടോ. പിന്നെ അതിന് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ അത് അമർത്തിയാൽ തന്നെ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ ഇതുപോലെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ബസ്സല്ലേ? അപ്പോൾ ഇതിലും അടിപൊളി കിടിലം വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.